മലപ്പുറം വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്കായി പ്രത്യേക ട്രാക്ക് ഒരുങ്ങുന്നു. ഒപ്പം കാൽനട യാത്രക്കാർക്കായി ഫുട്പാത്തും നിർമ്മിക്കും. ഗുരുതര രോഗം ബാധിച്ച വ്യക്തികൾക്ക് ടോൾ പ്ലാസ വഴി സൗജന്യ യാത്ര ലഭ്യമാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ ഏറ്റവും വലിയ പരിമിതിയായിരുന്നു ആംബുലൻസ് അടക്കമുള്ള എമർജൻസി സർവീസുകൾക്ക് കടന്നുപോകുന്നതിന് എമർജൻസി ട്രാക്ക് ഇല്ലെന്നത്. ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്കായി പ്രത്യേക ട്രാക്കും കാൽനടയാത്രക്കാർക്കായി ഫുട്പാത്തും നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി KNRCL അധികൃതർ അറിയിച്ചതായി ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആസാദ് പറഞ്ഞു. ഇതിനായി ടോൾ പ്ലാസയുടെ ഇരുവശങ്ങളിലുമായി 10 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്ത നടപടികൾ പുരോഗമിക്കുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഞങ്ങൾ KNRCയും ഹൈവേ അതോറിറ്റിയുമായിട്ട് പഞ്ചായത്തിൽ വെച്ച് നിരന്തരമായ മീറ്റിങ്ങുകൾ നടന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഉടനെ തന്നെ ഇവിടെ ഫുട്പാത്ത് പോലും നമ്മുടെ ഈ ടോൾ ബൂത്തിൻ്റെ അടുത്തില്ല, ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള. അതുപോലെ തന്നെ സർവീസ് റോഡില്ല, ആംബുലൻസ് എമർജൻസിയായി വന്നാൽ പോകാനുള്ള റോഡ്. അപ്പോൾ അവരിപ്പോൾ പെട്ടെന്ന് തന്നെ 10 മീറ്റർ ടോൾ പ്ലാസൻ്റെ 2 സൈഡിലും 10 മീറ്റർ സ്ഥലങ്ങളൊക്കെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അതിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അത് ഏകദേശം ഒക്കെ വർക്കായിട്ടുണ്ട്. ആദവനാട് പഞ്ചായത്തിലെ ഗുരുതര രോഗം ബാധിച്ച വ്യക്തികൾക്ക് ഇനി ടോൾ പ്ലാസയിൽ യാത്ര സൗജന്യമായിരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഇതു സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയിട്ടുണ്ട്. ക്യാൻസർ, TB, ഡയാലിസിസ് രോഗികൾ, ഹൃദ്രോഗികൾ അടക്കമുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് ടോൾ പ്ലാസ മാനേജർ ഉറപ്പു നൽകിയതായി പ്രസിഡന്റ് വ്യക്തമാക്കി. ഇതിനായി രോഗികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളുമായി വാർഡംഗങ്ങളെ സമീപിച്ചാൽ മതിയാകും. പക്ഷേ ഇപ്പോൾ അവരനുവദിച്ച് തന്നിട്ടുള്ളത് ഈ മാരാ രോഗങ്ങൾ, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, മറ്റ് നമുക്ക് ഈ വേറെ പല അസുഖം കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ. അപ്പോൾ ആദവനാട് ഗ്രാമപഞ്ചായത്തിലുള്ള അത്തരത്തിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് പാസ് അനുവദിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പ്രദേശവാസികൾക്കുള്ള ഫ്രീ പാസ്, ശുചിമുറി സൗകര്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടക്കുന്നതായും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.